പെരുമ്പാവൂരിൽ അക്ഷരപ്പെരുമ സാംസ്കാരികോത്സവത്തിന് തിരിതെളിഞ്ഞു. ശനിയാഴ്ച രാവിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. ജൂൺ 20 മുതൽ 24 വരെയാണ് ഇക്കൊല്ലത്തെ പരിപാടികൾ. ഓരോ ദിവസവും പ്രമുഖ വ്യക്തിത്വങ്ങൾ വിവിധ സെഷനുകളിൽ പങ്കെടുക്കും. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയ PN പണിക്കരുടെ ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി പെരുമ്പാവൂർ നഗരസഭയും മുനിസിപ്പൽ ലൈബ്രറിയും സംയുക്തമായി ഒരുക്കുന്ന അക്ഷരപ്പെരുമയ്ക്ക് തിരിതെളിഞ്ഞു. ജൂൺ 20 മുതൽ 24 വരെയാണ് ഈ വർഷത്തെ പ്രോഗ്രാം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ ദിവസം ഈ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ അക്ഷരപ്പെരുമ എന്ന പേരിൽ ഏതാണ്ട് 5 ദിവസം നീണ്ടു നിൽക്കുന്ന വളരെ വിപുലമായ ഒരു പരിപാടി സംഘടിപ്പിച്ച് അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഇതേ വേദിയിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ശ്രീ സക്കീർ ഹുസൈൻ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നപ്പോൾ ഇവിടെ ഈ പരിപാടിയുടെ ഭാഗമായി അതിൽ സംബന്ധിച്ചത് ഓർക്കുകയാണ്. വീണ്ടും ഇവിടെ വരാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായി കരുതുന്നു. ജൂൺ 19 വായനാ ദിനം നമ്മൾ ദേശീയ തലത്തിൽ തന്നെ വളരെ വിപുലമായ പരിപാടികളോട് കൂടിയിട്ടാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. ഇതിൻ്റെ തുടക്കം നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നാണ്, കേരളത്തിൽ നിന്നാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും വളരെ സന്തോഷവും അഭിമാനവും നൽകുന്ന ഒന്നാണ്. വയസ്സശരീരനായ PN പണിക്കർ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾക്ക് നൽകിയ, അതിലെങ്കിൽ അദ്ദേഹം തുടക്കം കുറിച്ച ഗ്രന്ഥശാല പ്രസ്ഥാനം ഇത്രയധികമായി വളർന്ന് പന്തലിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എത്ര ദീർഘവീക്ഷണത്തോടു കൂടിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചടങ്ങിൽ മനോജ് മൂത്തേടൻ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KN സംഗീത ആമുഖ പ്രഭാഷണം നടത്തി. പ്രഭാഷകനും തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല പ്രൊഫസറുമായ ഡോക്ടർ അനിൽ ചേലേമ്പ്ര മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഈ വർഷത്തെ വായന ദിനത്തോടനുബന്ധിച്ച് ഇവിടെ നഗരസഭ സംഘടിപ്പിച്ചിട്ടുള്ള ഈ അക്ഷരപ്പെരുമ എന്ന വളരെ സാർത്ഥകമായ ഒരു സാംസ്കാരിക ഉത്സവം പലതുകൊണ്ടും ശ്രദ്ധേയമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കേരളത്തെ കേരളമാക്കിയ നിരവധി സംഭവങ്ങളെക്കുറിച്ച്, നേതാക്കന്മാരെക്കുറിച്ച്, പ്രസ്ഥാനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോഴും കേരളത്തെ കേരളമാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനം ഗ്രന്ഥശാല പ്രസ്ഥാനമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതാണ്. ജാതിജന്മി നാടുവാഴി വ്യവസ്ഥയിൽ വലിയ തോതിൽ ഒതുങ്ങി നിന്നിരുന്ന കേരളത്തെ അതിൽ നിന്ന് വിമുക്തമാക്കി ഒരു ജനാധിപത്യ സമൂഹത്തിലേക്ക് എത്തിച്ചതിൽ നമ്മുടെ നാട്ടിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കും ദേശീയ പ്രസ്ഥാനങ്ങൾക്കും പിന്നാലെ വന്ന കർഷക ബഹുജന പ്രസ്ഥാനങ്ങൾക്കും എല്ലാം വലിയ പങ്കുണ്ട് എന്ന് നമുക്കറിയാം. ഇവരെല്ലാം സൃഷ്ടിച്ചെടുത്ത ധാർമ്മികമായ മൂല്യങ്ങളെ പുതിയ തലമുറയിലേക്ക്, പുതിയ സമൂഹത്തിലേക്ക്, പുതിയ കാലത്തിലേക്ക് സന്നിവേശിപ്പിച്ചത് ഗ്രന്ഥശാല സംഘത്തിനെ പോലുള്ള പ്രസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് ഗ്രന്ഥശാല സംഘം അല്ലെങ്കിൽ ഗ്രന്ഥശാല പ്രവർത്തനം എന്ന് പറയുന്നത് നാരായണ ഗുരുവും പൊയ്കയിലപ്പച്ചനും അതുപോലെ അയ്യങ്കാളിയുമൊക്കെ തുടങ്ങിവെച്ച നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ആധുനിക രൂപമാണ് ഗ്രന്ഥശാല പ്രസ്ഥാനം എന്ന് പറയുന്നത്. തസ്മിൻ ഷിഹാബ് രചിച്ച ബാലസാഹിത്യ പഠനങ്ങൾ മുൻ MLA സാജു പോൾ പ്രകാശനം ചെയ്തു. ഇവിടെ ബഹുമാന്യ ചെയർപേഴ്സൺ എന്നോട് ചോദിച്ചു, ഈ ഒരു സപ്ലിമെൻ്റ് ഇറക്കിയിട്ടുണ്ടല്ലോ, അപ്പം ഞാൻ എഴുതിയ ആശംസയുടെ തലവാചകമായി കൊടുത്തിരിക്കുന്നത് ഡൊലൂലു സൊലൂലു എന്നാണ്. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണ് ചെയർപേഴ്സൺ ചോദിക്കണം. അപ്പം എനിക്ക് മനസ്സിലായി ചെയർപേഴ്സൺ സിനിമ കാണാറില്ലാന്ന്. ഈ സർവമായ സിനിമ കണ്ടപ്പോഴാണ് ഇങ്ങനെയൊരു, യഥാർത്ഥത്തിൽ ഞാൻ ഈ കുറിപ്പ് എഴുതിയത് എൻ്റെ നാട്ടിലെ വേങ്ങൂർ മാർക്കോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു ജൂബിലി സ്മരണയ്ക്ക് വേണ്ടിയാണ്. അപ്പം ഞാൻ എന്തെഴുതുമ്പോഴും 2-3 പേരായിട്ട് കൂടി ആലോചിക്കും. അതിലൊരാളാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ സാറ്. അപ്പോൾ ഈ സൊലൂലു എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ, ഡെലൂലു എന്ന് പറഞ്ഞാൽ ഡെലൂഷൻ, വ്യാമോഹം, മിഥ്യാബോധം എന്നൊക്കെ പറയും. അത് സർവം മായ എന്ന് പറയുന്ന സിനിമ വന്നതിന് ശേഷമാണ് ഈ വാക്കുകൾക്ക് കൂടുതൽ പ്രചാരം ലഭിച്ചത്.
അപ്പൊ ഈ സർവം മായ തന്നെ ബൈബിളിൽ നിന്നുണ്ടായ ഒരു പേരാണ്. ആ മായ സർവ്വതും മായ എന്ന് ബൈബിളില് സഭാപ്രസംഗി 1:2 പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പ്രേതസങ്കല്പത്തിൽ വലിയ മാറ്റം വരുത്തി ഈ സിനിമ. അപ്പൊ പണ്ട് ഹിറ്റ്ലർ സിനിമ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ മമ്മൂട്ടിയുടെ ഹിറ്റ്ലർ ഷർട്ട് ഇട്ട് നടന്ന ഒരു കാലമുണ്ട്. സിനിമയ്ക്ക് അങ്ങനെ വലിയൊരു സ്വാധീനമുണ്ട്. അപ്പോൾ ഇതിലെ പ്രേതസങ്കല്പം സുന്ദരിയായൊരു പെൺകുട്ടിയാണ് ഇതിലെ പ്രേതം. സാധാരണ ഉള്ള യക്ഷികൾ എങ്ങനെയാണ് വരുന്നത്? രാത്രി ഇങ്ങനെ തലമുടിയൊക്കെ അഴിച്ചിട്ട് ഒരു വെള്ള സാരിയൊക്കെ ചുറ്റി എവിടെയെങ്കിലും ഒരു മറ്റേ പാലമരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ നിൽക്കും. മുൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് NC മോഹനൻ അക്ഷരപെരുമ പുരസ്കാരം തസ്മിൻ ഷിഹാബിന് സമ്മാനിച്ചു. 25 കൊല്ലം മുൻപ്, അതായത് 25 ഇപ്പൊ 26 കൊല്ലായി, 26 കൊല്ലം മുൻപ് പെരുമ്പാവൂർ നഗരസഭയുടെ ചെയർമാനാകാൻ ഈ നാട് അവസരം നൽകിയ ഒരാളാണ് ഞാൻ. 2023 നഗരസഭയ്ക്ക് 50 വയസ്സായ വർഷമായിരുന്നു. നഗരസഭയ്ക്ക് 50 വയസ്സായപ്പോഴാണോ അതുവരെ സാധാരണ ദൈനംദിന കാര്യങ്ങൾ മാത്രം നടത്തി മുന്നോട്ട് പോയിരുന്ന പെരുമ്പാവൂർ നഗരസഭ ലൈബ്രറിക്ക് അന്ന് കൗൺസിൽ അംഗങ്ങളായിരുന്നവരിൽ ചിലരെങ്കിലും ഇപ്പോഴും ഇവിടെ സന്നിഹിതരാണോ? ആ മുനിസിപ്പൽ ലൈബ്രറിക്ക് ഒരു പുതിയ ഉണർവും ഉന്മേഷവും ജീവനുമെല്ലാം പ്രദാനം ചെയ്ത് അതിനൊരു പുതിയ ഭരണസമിതിയെ നിശ്ചയിച്ച് പുതിയ പുസ്തകങ്ങൾ വാങ്ങി ഒരു മികച്ച റഫറൻസ് ലൈബ്രറിയായി വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്നു കാണുന്ന നഗരസഭ ലൈബ്രറിയുടെ പുനരുജ്ജീവനത്തിൻ്റെ ചരിത്രം അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും സഹോദരതുല്യനായി ഞാൻ കണക്കാക്കുന്ന ശ്രീ KMA സലാം ചെയർമാനായിരിക്കുന്ന കാലത്താണോ അക്ഷരപെരുമ എന്ന ഈ സാംസ്കാരിക പദ്ധതിക്ക് രൂപം കൊടുക്കുന്നത്. മുൻ MLA അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി മുഖ്യാതിഥിയായിരുന്നു. മുൻ നഗരസഭാ ചെയർമാൻ KMA സലാം പുസ്തകമേള ഉദ്ഘാടനം ചെയ്തു. മുൻ നഗരസഭാ ചെയർമാൻ TM സക്കീർ ഹുസൈൻ ലൈഫ് മെമ്പർഷിപ്പ് വിതരണം ചെയ്തു. മുൻ നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ പുസ്തക പ്രദർശനോദ്ഘാടനം നിർവഹിച്ചു. KP മുഹമ്മദ് മാസ്റ്റർ പുസ്തകം ഏറ്റുവാങ്ങി. നഗരസഭാ വൈസ് ചെയർമാൻ ബിജു ജോൺ ജേക്കബ്, സ്ഥിരം സമിതി അധ്യക്ഷരായ അജി C പണിക്കർ, സുഹറ മുഹമ്മദ്, S ഷറഫ്, മുഹമ്മദ് ഗദ്ദാഫി, അനിത പ്രകാശ്, കൗൺസിലർമാരായ VP ബാബു, KP റജിമോൻ, ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PG സജീവ്, മുനിസിപ്പൽ സെക്രട്ടറി കവിത S കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രിയപ്പെട്ട സാജു പോളും എൽദോസ് കുന്നപ്പള്ളിയും ഇവരെല്ലാം സാഹിത്യ രംഗത്ത് ശ്രദ്ധേയരായിട്ടുള്ള ആളുകളാണ്. സാജു പോൾ ലൈബ്രറി കൗൺസിലിൻ്റെ വർഷങ്ങളായി താലൂക്ക് യൂണിയൻ്റെ പ്രസിഡന്റും, എൽദോസ് കുന്നപ്പള്ളിയാണെങ്കിൽ മികവുറ്റൊരു കവിയും ഒക്കെയായി ആ നിലയിൽ പ്രവർത്തിച്ച ആളുകളൊക്കെയാണ്. സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ ശ്രദ്ധേയരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ആ നിലയിൽ വലിയ സമ്പന്നതയുള്ളൊരു നാട് കൂടിയാണ് പെരുമ്പാവൂർ. അതുകൊണ്ട് തന്നെ പെരുമ്പാവൂരിൽ നമ്മുടെ നഗരസഭയുടെ ഈ വായനശാലയിൽ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഞാൻ ഈ അക്ഷരപെരുമയുടെ നേരത്തെയുള്ള 2 തവണകളിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു തവണ യുവജന സംവാദവുമായി ബന്ധപ്പെട്ടൊരു അതിൽ പങ്കെടുക്കാൻ, വേറെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ സമയത്ത് വയോജന സംഗമത്തിൽ പങ്കെടുക്കാൻ 2 തവണ ഞാൻ ഇവിടെ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പെരുമ്പാവൂർ നഗരസഭയും അതുപോലെ വായനശാലയുടെ ചുമതല വഹിക്കുന്നവരും എല്ലാവരും കൂടി ചേർന്ന് ഏറ്റവും മികച്ച പരിപാടിയായി ഈ അക്ഷരപെരുമയെ മാറ്റിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് നമ്മുടെ നാട്ടിലെ വായനാശീലം വളർത്തേണ്ടത് അനിവാര്യമാണ്. പുതിയ തലമുറയിലാകെ ലഹരി എന്ന മാരകമായ വിപത്ത് പിടികൂടുന്നൊരു കാലത്ത്, തിന്മയുടെ ലോകത്ത് നമ്മുടെയൊക്കെ മക്കൾ സഞ്ചരിക്കുന്നൊരു കാലത്ത് വായനയുടെയും അറിവിൻ്റെയും ഒക്കെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തി ആശയസമ്പന്നതയുള്ള ഒരു തലമുറയായി നമ്മുടെ തലമുറയെ വാർത്തെടുക്കാനുള്ള ഉത്തരവാദിത്ത ബോധമാണ് നമുക്കെല്ലാം ഉണ്ടാകേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് കേന്ദ്രങ്ങളാണ് നമ്മുടെ വായനശാലകൾ. ജൂൺ 24 നടക്കുന്ന സമാപന സമ്മേളനം ചാലക്കുടി MP ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്യും. എഴുത്തുകാർ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ വിവിധ ദിവസങ്ങളിലെ പരിപാടികളിൽ പങ്കെടുക്കും. ജൂൺ 21 വനിതാവേദിയിൽ കുടുംബശ്രീ അംഗങ്ങളുടെ കലാപരിപാടികൾ, കവിയരങ്ങ്, ചിത്രരചനാ ക്യാമ്പ്,
ജൂൺ 22-ന് ബാലവേദിയിൽ കുട്ടികളുടെ മത്സരങ്ങൾ, സർഗസംഗമം എന്നിവ ഉണ്ടാകും. ജൂൺ 23-ന് യുവജനവേദിയിൽ സർഗസംവാദവും മാധ്യമ സെമിനാറും നടക്കും. ജൂൺ 24-ന് വയോജന സംഗമത്തിൽ വിവിധ കലാപരിപാടികൾ, സാംസ്കാരിക സമ്മേളനം എന്നിവയാണ് ഒരുക്കിയിട്ടുള്ളത്. എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് ശേഷം നൃത്തസന്ധ്യ, സംഗീത കച്ചേരി, നാടകം, കാഞ്ഞൂർ നാട്ടുപൊലിമയുടെ നാട്ടുപാട്ടരങ്ങ്, അലോഷി പാടുന്നു എന്നിവ അരങ്ങേറും. പുസ്തകമേള, പുസ്തക പ്രകാശനം, പുസ്തക ചർച്ച, ഖാദി കൈത്തറി വനശ്രീ മേളകൾ, നാടൻ ഭക്ഷ്യമേള, കുടുംബശ്രീയുടെ പ്രത്യേക രുചിക്കൂട്ട് ഭക്ഷണമേള എന്നിവയും അക്ഷരപ്പെരുമയുടെ ഭാഗമാണ്. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.